ബാലൻ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ശരിക്കും നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നൊരു സിനിമയാണ് ബാലൻ. ഒരു അമ്മയുടെയും മകന്റെയും യാത്രയാണ്. അതിന്റെ കാര്യവും കാരണങ്ങളൊക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ അമ്മയുടെയും മകന്റെയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അവരുടെ കോൺവെർസേഷൻ, അതൊക്കെ എന്ത് രസമായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അവരുടെ ആ ഒരു ജീവിതം അങ്ങനെ തന്നെ മുമ്പോട്ട് പോയി കൊണ്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പോൾ അത്രമേൽ പ്രേക്ഷകനെ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എക്സ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ടാണ് സിനിമ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് സിനിമ കണ്ടിരിക്കാനായിട്ട്. സിനിമയുടെ മേക്കിംഗ് ആയാലും വിഷ്വൽസ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പെർഫോമൻസുകളായാലും എല്ലാം ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ ഒരു ജിയോഗ്രഫി മാറി വേറൊരു സ്ഥലത്താണ് വരുന്നത്. പക്ഷേ എന്നാലും ആ ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകനെ വിട്ട് പോകുന്നുണ്ടായിരുന്നില്ല സിനിമ. പിന്നെ ക്ലൈമാക്സിൽ വരുമ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. സിനിമ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങി കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു പയ്യന്റെ ആ ഒരു സംഭവം ശരിക്കും നമ്മളെ ഹുക്ക് ചെയ്യും. അവൻ ആ ഒരു ബാഗ് കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് സ്കൂളിൽ പോകണമെന്ന് പറയുന്ന ആ ഒരു സീൻ, അത് ഭയങ്കര ഒരു ടച്ചിങ് ഒരു സീനായിരുന്നു. എനിക്ക് അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവൻ്റെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം. ആ ഒരു ചെറിയ പ്രായത്തിൽ അവൻ അനുഭവിക്കുന്ന ആ ഒരു മാനസികമായ കാര്യങ്ങളും, എന്നാലും അവന് അവൻ്റെ അമ്മയോടുള്ള ആ സ്നേഹം കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ചിദംബരമാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിത്തു മാധവനാണ് ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ എഴുതിയിരിക്കുന്നത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ബാലന്റെ റോൾ ചെയ്തിരിക്കുന്ന പയ്യൻ അടിപൊളിയായിട്ടാണ് അവൻ പെർഫോം ചെയ്തിരിക്കുന്നത്. ആദിവിശേഷൻ എന്നാണ് അവന്റെ പേര്. അവന്റെ ആ ഒരു കണ്ണുകൾ ഉണ്ടല്ലോ, ആ നിസ്സഹായനായി നിൽക്കുന്ന ആ ഒരു കണ്ണുകൾ, അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല സിനിമ കണ്ടു ഇറങ്ങി കഴിയുമ്പോൾ. ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു അവൻ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അവന്റെ ആ ടീനേജ് പ്രായം ചെയ്തിരിക്കുന്ന മുഹമ്മദ് സിനാനാണ്. അവനും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. പിന്നെ ഇവരുടെ അമ്മയുടെ റോള് ചെയ്തിരിക്കുന്ന ഫർസാന പാലത്തിങ്കൽ, ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ്. അവരുടെ മുഖത്തുണ്ട് അവരുടെ ആ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് അവരും കാഴ്ചവെച്ചത്. പിന്നെ ജീൻ പോൾ ലാൽ ഉണ്ട്, ലാൽ ജൂനിയർ. പുള്ളി ഒരു വെറൈറ്റി കഥാപാത്രമായിരുന്നു. പുള്ളി നല്ല രസമായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ടോവിനോ തോമസ് ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് ഈ സിനിമയിൽ. പുള്ളി ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പുള്ളി ആ ഒരു വെറൈറ്റി ക്യാരക്ടറാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. പുള്ളി അത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻ ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സുഷിൻ ശ്യാമാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല മാൻ, കിടിലൻ. ഓരോ സീനുകൾ വരുമ്പോഴും നമുക്ക് ഈ മ്യൂസിക് കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ഹുക്കായി പോകും ആ ഒരു സീനിലും ആ സിറ്റുവേഷനിലും. അതുപോലെ തന്നെ ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫി, ഓരോ ഫ്രെയിംസൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. ആ സിനിമ ഇങ്ങനെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്രെയിംസ്, അതിൻ്റെ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിവേക് ഹർഷന്റെ എഡിറ്റിങ്ങും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അജയൻ ചാലിശ്ശേരിയാണ് സിനിമയുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് മൂവി പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ സിനിമ കാണാൻ പോകരുത്. എന്നിട്ട് സിനിമ കണ്ടിട്ട് അയ്യേ ഇതെന്ത് പടം അങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. നിങ്ങൾക്ക് ഒരു നല്ല സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന ടച്ച് ചെയ്യുന്ന സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ബാലൻ എന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നൊരു സിനിമ കൂടിയായിരിക്കും ഇത്. സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആ ബാലന്റെ കണ്ണുകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.